ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവാണ്, ടൈംലെസ് വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം അവർക്കുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം വളരെ മെച്യൂർഡായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർ ചില കാര്യങ്ങളിൽ ചില തിരിച്ചറിവുകൾ അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പഠിച്ച ഒരു എനർജിയാണ്. പിന്നെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് അവർ വളരെ കംഫർട്ടബിൾ ആണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. കാരണം വേറെ ഒരിടത്തും കിട്ടാത്ത അത്രയും ഒരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക്. അപ്പോൾ ശരിക്കും ഒരു ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം, ഒരു ജെനുവിനായിട്ടുള്ളൊരു സ്നേഹമാണ് നിങ്ങളോട് ഈ ഒരു സമയം അവർക്ക് തോന്നുന്നത്. വേൾഡ് കാർഡാണ്. അപ്പോൾ ഒരു ഫുൾഫിൽമെൻ്റ് അവർക്ക് തോന്നുന്നു. വേറെ ഒരിടത്തുനിന്നും കിട്ടാത്ത ഒരു പൂർണ്ണത, അല്ലെങ്കിൽ വേറെ ഒരു റിലേഷൻഷിപ്പിലും ഇല്ലാത്ത ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തോ ഒരു കാര്യം അവർക്ക് നിങ്ങളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ചിലപ്പോൾ കുറേയധികം റിലേഷൻഷിപ്പ് നിങ്ങൾ ഇപ്പോൾ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടായിരിക്കാം. കുറേ റിലേഷൻഷിപ്പ് വന്നിട്ടുള്ള ആൾ തന്നെ ആയിരിക്കാം. പക്ഷെ എവിടെയും കിട്ടാത്ത അത്രയും ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു കാര്യം, ആ ഒരു കംഫർട്ട് സോൺ എന്ന് പറയാം, അത് നിങ്ങളിലാണ് അവർ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നത്, പൂർണ്ണതയോടെ ഇരിക്കാൻ പറ്റുന്നത് നിങ്ങളിലാണെന്നുള്ളതാണ്. കാരണം അവരുടെ എല്ലാ നെഗറ്റീവ്സും മനസ്സിലാക്കി നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കണം, കൂടെ നിന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു അവസ്ഥ വേറെ ഒരിടത്തുനിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഇവരെങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്കൊരു ശരിക്കും ഒരു പൂർണ്ണത എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് നിങ്ങളാണ്, അത് നിങ്ങളിലാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്, ഒരു പ്ലേഫുൾ എനർജിയാണ്. അത് രണ്ട് സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ്. കുറച്ച് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കണം. മാത്രമല്ല, പക്ഷേ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഈ ഒരാളുടെ മുന്നിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി ഉള്ള ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ അവർ അതൊന്നും വളരെ കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം അവർക്കൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ അവർ കോപ്പി ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും സീരിയസ് ആക്കാതെ വിട്ട് കളയുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ ആ ഒരു നേച്ചർ അവർക്ക് ഇഷ്ടമാണ് എന്നാണ് കാണുന്നത്. മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു മാജിക് ഉണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റുന്ന എന്തോ ഒരു സംഗതി നിങ്ങളിലുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ എത്ര വഴക്കിട്ട് പിണങ്ങി പോയാലും, പൂർണ്ണമായും വേണ്ടാന്ന് വെച്ചിട്ട് പോയാലും, വീണ്ടും അവരിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വീണ്ടും അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. എത്രത്തോളം വേണ്ടാന്ന് വെക്കുന്നോ അത്രത്തോളം സ്പീഡിൽ വീണ്ടും വേണമെന്ന് വെക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളോടുള്ളത്. കാരണം നിങ്ങൾക്ക് എന്തോ ഒരു മാജിക് ഉള്ളതുപോലെ അവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും കംഫർട്ടബിൾ ആണ് ഇതിനകത്ത്. ഈ ഒരു നെസ്റ്റ് എന്ന് പറയാം, ഒരു കൂടിനകത്ത് ഇവർ കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ്. വേറെ ഒരിടത്തും ഇത്രയും സുരക്ഷിതത്വം അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ ശരിക്കും
ഒരു സിൻസിയറായിട്ടുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ അതും അവർ പൂർണ്ണമായും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് വരണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ട്രാവൽ ചെയ്ത് വരേണ്ട ഒരു എനർജി ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേറ്റൊക്കെ മാറിയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് വരാനുള്ളൊരു അവസ്ഥയുണ്ട്. കാരണം കുറേ കോൺഫ്ലിക്റ്റിന് ശേഷമുള്ളൊരു തിരിച്ചു വരവായിരിക്കണം ഈ വ്യക്തിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരാളിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രണയമുണ്ടെന്ന് കാണുന്നുണ്ട്. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ അവർക്ക് നിരാശയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളും ഈ വ്യക്തിയായിട്ട് പാസ്റ്റിലുണ്ടായ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അതിലവർക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവരുടെ തന്നെ തെറ്റുകൊണ്ട് ഈ ഒരു കാര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. വീണ്ടും ആലോചിക്കുന്നുണ്ട് ഇത് ഏത് വഴിയിലൂടെയാണ് ഇത് ശരിയാക്കേണ്ടത്. ഇതിൽ ചിലപ്പം ഡയറക്റ്റായിട്ട് അവർ ഇത് നിങ്ങളിലേക്ക് വന്നാൽ ചിലപ്പോൾ അത് ശരിയാവുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ മനസ്സിൽ പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടായോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു യൂണിയൻ ഉണ്ടാകാം എന്നവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ വരണം എന്ന് തന്നെയാണ്, നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയം. 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതും ഒരു ട്രാവലാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ആൾക്കാർക്കും ഒരു ട്രാവൽ ചെയ്ത് വരേണ്ട ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പെട്ടെന്ന് വരാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷൻ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇവരുടെ ഒരു അവസ്ഥ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തതായിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഒരു ആക്ഷൻ എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് തടസ്സങ്ങൾ ഉണ്ടായിരുന്നത്, അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് വേണം നിങ്ങളിലേക്ക് വരാൻ. ഇപ്പോഴും സ്റ്റിൽ ആ തടസ്സങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് എങ്ങനെ മാറ്റും എന്നുള്ളൊരു ആലോചനയാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു ഓഫർ നിങ്ങൾക്ക് തരണമെങ്കിൽ, ഇനിയും ഓഫർ തരണമെങ്കിൽ അതൊരു നിലനിർത്താൻ പറ്റുന്ന ഒരു ഓഫർ ആയിരിക്കണം. പലപ്പോഴും ഇവർ കമ്മിറ്റ്മെൻറ്റ് തരാതെ മുങ്ങിക്കളയുന്ന ആൾക്കാരായിരിക്കണം. ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം, ഒന്നും തുറന്ന് പറയാത്ത ആൾക്കാരായിരിക്കാം. പക്ഷെ ഇനി ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ നിങ്ങളവരെ സ്വീകരിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമയം അവർക്കുണ്ടെന്നാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ സ്വപ്നങ്ങൾ അവർ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആ സ്വപ്നങ്ങളൊക്കെയും ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഇവരോട് പറഞ്ഞ കാര്യമായിരിക്കാം, നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കാം. ഇതൊക്കെ ആ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയം. അങ്ങനെ മാത്രമേ നിങ്ങളെ ചിലപ്പോൾ ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പാസ്റ്റിൽ ഇവർ ഇതർത്ത കാര്യമായിരിക്കാം, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും തന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തന്നാൽ നിങ്ങളിത് ഓക്കെ പറയും എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ഡബിൾ കാർഡാണ്. അപ്പോൾ ശരിക്കൊരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഈ ഒരു സമയം നിങ്ങളോട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഈ വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പോ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങളോടൊരു അട്രാക്ഷൻ ഈ സമയത്ത് അവർക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബ്ലോക്ക് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് എന്നാണ് ഈ ഡെവിൾ കാർഡ് പറയുന്നത്. ചിലപ്പോൾ അത് ചില സിറ്റുവേഷൻസ് ആകാം, ചില വ്യക്തികളാകാം, അങ്ങനെയാകാട്ടോ. പക്ഷെ എന്നാലും ഈ ഒരു സമയം നിങ്ങളോട് ഒരു അഡിക്ഷൻ പോലത്തെ ഒരു കാര്യം ഇവർക്കുണ്ട് എന്നാണ് കാണുന്നത്. ഒന്നും കൂടി എടുക്കാം. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. പുതിയൊരു തുടക്കമാണ്. അപ്പോൾ ഒരു ക്ലാരിറ്റി വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരാം, അവർ അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഒരു കോളോ മെസ്സേജോ ഒക്കെ തരാം എന്നവർ ചെയ്താലോ എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവർ അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്.
ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്, വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു സ്നേഹമാണ്. മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളോട് അവർക്ക് തോന്നുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.